മഴതോരു മുമ്പേ എന്ന ഹിറ്റ് സീരിയലിലെ ഹിറ്റ് കഥാപാത്രം ഗ്രേസമ്മ. നമസ്കാരം. എന്റെ ഗ്രേസമ്മേ, ഒരു സീരിയല് അവരുടെ മനസ്സിൽ രൂപം കൊണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പുറത്തൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ സീരിയൽ ഏറ്റെടുത്തെന്ന് തോന്നിയിട്ടുണ്ട്. 100%. അയ്യോ, ഗ്രേസമ്മയും മാമച്ചനും വളരെ കുറച്ച് എപ്പിസോഡുകളിലേ എത്തുന്നുള്ളൂ. പക്ഷെ വരുന്ന എപ്പിസോഡ് കിടുക്കി തിമിർത്തു തകർന്നു. അത് മാത്രല്ല, ബാലചന്ദ്രനും വൈജയന്തിക്കും ഒപ്പം തന്നെ ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും. സെക്കൻഡ് ഹീറോയിനാണ് രേവതി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂറുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മഴതോരു മുമ്പേ എന്ന ഹിറ്റ് സീരിയലിലെ ഹിറ്റ് കഥാപാത്രം ഗ്രേസമ്മ ചെയ്യുന്ന മനീഷ് ചേച്ചിയാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. എന്റെ ഗ്രേസമ്മേ, ഗ്രേസ് ആയിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. എനിക്കിതിൽ അറിയേണ്ടത്, മനീഷ ചേച്ചി സ്നേഹമുള്ള ഒരു മനീഷ അമ്മയെന്ന് വിളിക്കുന്നു, കഥാപാത്രവും ഗ്രേസ് അമ്മ. അതെ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഒരു ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും. ഒരു അമ്മ ഒരു സ്ത്രീയെ സംബന്ധിച്ചൊരു സ്ത്രീയുടെ പ്രകൃതിദത്തമായ സ്ഥായിയായ ഒരു ഭാവം എന്ന് പറയുന്നത് കാമുകി എന്നതിനേക്കാൾ ഉപരി, ഒരു പ്രണയിനി എന്നതിനേക്കാൾ ഉപരി അമ്മ എന്ന് പറയുന്ന മാതൃത്വം എന്ന് പറയുന്നത് കാര്യമാണ്. അപ്പോൾ അമ്മയായി നിൽക്കാൻ ആഗ്രഹിക്കുക എല്ലാ പെൺകുട്ടികളും ഒരു പ്രായം എത്തുമ്പോൾ ഒരു കുട്ടിയെ കിട്ടാൻ അല്ലെങ്കിൽ ഒരു അമ്മയാകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ എത്രയോ മക്കളുടെ അമ്മയാണ് സത്യത്തിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതോടൊപ്പം ഒരുപാട് സീരിയലുകൾ എടുത്തു നോക്കിയാലും ആ സീരിയലിൽ നിന്ന് മഴതോരു മുമ്പേ വ്യത്യസ്തമാക്കുന്നത് എഴുത്തുകളും കഥാപാത്രങ്ങളുമാണ്. 100%. കഥാപാത്രങ്ങൾ മാത്രമല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും. അതായത് ഒരു സീരിയലിനെ സംബന്ധിച്ച് ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിന്റെ. അതായത് ഒരാൾ വിചാരിച്ചാൽ മാത്രം ഹിറ്റ് ആവത്തില്ല. 100% ഹിറ്റ് ആവില്ല. ഒരു നായികയോ അല്ലെങ്കിൽ ഒരു നായകനോ അല്ലെങ്കിൽ ഒരു പ്രതിനായകനോ വിചാരിച്ചാൽ മാത്രം ഹിറ്റാവുന്നതല്ല ഒരു സീരിയൽ എന്ന് പറയുന്നത്. അതിൽ കാമ്പുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവണം, ആ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടാവണം, എന്താ പറയുക, സൃഷ്ടി ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ജോയ്സി സാറിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് അതുല്യമായ ഒരു എഴുത്താണ്. അതെല്ലാവരും സീരിയൽ ആസ്വദിക്കുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക, വായനക്കാര് അനുഭവിച്ചറിഞ്ഞതാണ്. തീർച്ചയായിട്ടും ഒരു സീരിയല് അവരുടെ മനസ്സിൽ രൂപം കൊണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജോയ്സി സാറിൻ്റെ എഴുത്തിലൂടെ. അന്ന് അവർ ഇപ്പം ഈ സീരിയൽ ഇപ്പം ഈസിയാണ് എല്ലാവർക്കും, അല്ലേ? അവർക്ക് വിഭാവനം ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കാൽപ്പനികതയുടെ ആവശ്യമില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ജോയ്സി സാറിൻ്റെ കഥ വായിച്ച് ഞങ്ങൾ എന്താ പറയുക, ഒരു ഏതോ ഒരു ലോകത്തായിരുന്നു. അതെ. മനുശങ്കർ ആണെങ്കിലും അലീനയാണെങ്കിലും വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രൻ ആണെങ്കിലും ഒക്കെ നമ്മുടെ മുന്നിൽ കടന്നുപോയ കുറെ ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ് എഴുത്തിന്റെ വിജയം. തീർച്ചയായിട്ടും. 5 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുന്ന ഒരു നോവലാണ് ഈ മഴതോരു മുൻപേ എന്ന് പറയുന്നത്. ജോയ്സി സാറെ കണ്ടൊരു മാജിക് എന്തായിരിക്കും? ഞാൻ ജോയ്സി സാറിന്റെ ഏറ്റവും വലിയൊരു ഫാൻ ഗേളാണ്. ഞാൻ പണ്ട് മനു എന്നെ എപ്പോഴും കളിയാക്കി പറയായിരുന്നു. ജോയ്സി സാർ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഈ എഴുത്ത് ഇത്രയും എന്താ പറയാ, ഒരു അതിലുള്ള ഒരു മാന്ത്രികത, അതിന് പിന്നിൽ എന്താണ് ഒരു ഇതെന്ന് ചോദിച്ചപ്പോൾ ആ പേന. അപ്പൊ സാർ എന്നെ കളിയാക്കി പറഞ്ഞു, അത് ഞാൻ പേന കൊണ്ടാണ് എഴുതാറ്. സാർ അത്രയും എന്താ പറയാ സിംപ്ലനാണെന്ന് വേണമെങ്കിൽ പറയാം. സാർ അത്രയും എന്താ പറയാ വളരെ ലാഘവത്തോടു കൂടി എഴുത്തിനെ കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക്. ആളുകളോട് ഇടപെടുന്ന രീതിയാണെങ്കിലും അത്രയൊരു സൗമ്യനല്ലേ സാറ്? അങ്ങനെ അങ്ങോട്ട് എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരാളല്ല. കാരണം എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ എഴുത്തുകാര്. അവരിങ്ങനെ വേറൊരു ലോകത്തിരുന്നു കൊണ്ട് ജനങ്ങളിലേക്ക് സംവദിക്കുന്ന ആൾക്കാരാണ് എഴുത്തുകാരെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മറ സാറിന് ഉണ്ടെങ്കിൽ കൂടിയും, മറ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരോടും അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ല സാർ. പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്ത് എന്ന് പറയുന്നത് ഏത് മനുഷ്യനിലൂടെയും മനുഷ്യ മനസ്സുകളിലൂടെയും ചിന്തകളിലൂടെയും സംവദിക്കുന്ന എഴുത്താണ് അദ്ദേഹം. അത് വലിയൊരു അംഗീകാരം തന്നെ അല്ലേ? തീർച്ചയായിട്ടും. ഈ ഗ്രേസമ്മ എന്ന് പറയുന്ന കഥാപാത്രം മഴതോരു മുമ്പേ ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഈ കഥാപാത്രം അനുഷ്ഠിച്ച് തന്നെ ചെയ്യണം എന്നൊരു കോള് വരുന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു
സന്തോഷം. ആ ഒരു കാര്യത്തിൽ ഞാൻ അതിന്റെ ഫുൾ ക്രെഡിറ്റും ഗോസ് ടു ജെറി. ജെറിയാണ് ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം എന്നിൽ നിക്ഷിപ്തമാക്കി തന്ന ഒരു മനുഷ്യൻ. കാരണം എന്ന് വെച്ചാൽ മധുര നൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന സീരിയലിലൂടെയാണ് ഞാൻ ജെറീനെ പരിചയപ്പെടുന്നത്. അതിലെ ക്യാമറമാൻ ആയിരുന്നു ജെറി. അപ്പൊ അന്ന് ജെറി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ചേച്ചി ഞാൻ ചേച്ചിക്ക് ഒരു നല്ല കഥാപാത്രം തരും. അത് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സീരിയൽ രൂപപ്പെടുന്നത് കുറച്ച് കാലഘട്ടത്തിലൂടെയാണ്. ഈ ജെറി ഇത് പറയുമ്പോൾ എത്ര വർഷങ്ങളായിരുന്നു? അത് കുറെ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 മാസം 1 വർഷത്തോളം എടുത്തു തോന്നുന്നു ഈ ഒരു സീരിയല് എന്താ പറയാ ഫലത്തിൽ വരാൻ എടുത്ത ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഇനിയിപ്പോൾ എന്നെ മാറ്റി വേറെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന്. പക്ഷെ അന്നും ജെറി എനിക്ക് ഭയങ്കര വലിയൊരു വാക്ക് തന്നായിരുന്നു, ചേച്ചി തന്നെയാണ് ആ കഥാപാത്രം ചെയ്യുക എന്നത്. കാരണം എന്ന് വെച്ചാൽ ചേച്ചിയിൽ ആ ഒരു ഗ്രേസ് അമ്മേനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ജെറി ഈ ഒരു കഥ വായിച്ച് ഇതിനെക്കുറിച്ചൊരു അവരുടെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്തും ഒരുപാട് പേര് ഒബ്വിയസ്ലി ഓപ്ഷൻസ് ഒരുപാടുണ്ടാവും. പക്ഷെ ജെറിയുടെ ഒരു കടുംപിടുത്തം, മനീഷ ചേച്ചി തന്നെ വേണം എന്ന് പറയുന്ന ആ ഒരു കടുംപിടുത്തം ഉണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണിത്. അവിടെയാണ് എനിക്ക് ജെറീനോട് എനിക്ക് കുറച്ചും കൂടി ബഹുമാനം തോന്നുന്നത്. കാരണം ഞാനൊരു കൊമേഡിയനായിട്ടും ഒരു വില്ലത്തിയായിട്ടും അഭിനയിച്ചു വന്നിരുന്ന ഒരു ആളാണ്. വില്ലത്തി എന്ന് പറയുമ്പോൾ എൻ്റെ മുഖത്ത് എല്ലാവരും വില്ലത്തി എന്ന് പറയുമ്പോൾ അത് മനീഷനെ ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇത്രയും പക്വമായിട്ടും ഇത്രയും സിമ്പിളായിട്ടും ഇത്രയും എന്താ പറയുക സ്നേഹത്തോടെയും ഒരു കഥാപാത്രത്തെ ചെയ്യാൻ മനീഷയെ കൊണ്ട് പറ്റും എന്ന് കാണിച്ചു തന്നതാണ്. ശരിക്കും സിനിമകളിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഒരു പോലീസ് കഥാപാത്രം ചെയ്ത ജീവിതകാലം മുഴുവൻ പോലീസ് കഥാപാത്രം ചെയ്യേണ്ടി വരും. അതെ, ഒരു വില്ലൻ ചെയ്ത ജീവിതകാലം മുഴുവൻ വില്ലൻ കഥാപാത്രം. ശരിക്കും അപ്പം ആ കഥാപാത്രങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം എനിക്ക് കിട്ടണം. തീർച്ചയായിട്ടും. അല്ല, ഇതിലിപ്പം ഞാൻ അതാ പറയുന്നത്, നമുക്കൊരു അവസരം കിട്ടിയാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റും. വളരെ സട്ടിലായിട്ട് ചെയ്യേണ്ട, ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണ് കേട്ടോ. ഒരു അതിഭാവുകത്വവും കാണിക്കാതെ വളരെ സട്ടില. ഞാനിപ്പോ ഈ ലിപ്സ്റ്റിക് ഇട്ടത് പോലും ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. ഞാൻ സീരിയലിൽ ഈ ലിപ്സ്റ്റിക് വളരെ സിമ്പിൾ ആയിട്ട്, അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ലുക്കാണ് ഈ സീരിയൽ എല്ലാവരും. അപ്പോൾ സട്ടിലായിട്ട് അഭിനയിച്ചാൽ മതി. നമ്മൾ ഒരുപാട് എന്താ പറയുക, ഞാൻ ഇപ്പം തട്ടിമുട്ടിയിലെ വാസവദത്ത എന്ന് പറഞ്ഞ കഥാപാത്രം ആണെങ്കിലൊക്കെ ഓവർ ആക്ടിങ് ആണ്. ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ക്യാരക്ടറാണ് അത്. അങ്ങനെ കൊടുത്താലേ ആ കഥാപാത്രം ഇമ്പാക്റ്റ് ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് കഥാപാത്രങ്ങൾ. ഈ ഒരു സീരിയലിൽ ആദ്യം വരുന്ന സമയത്ത് നെഗറ്റീവ് റോൾ ആയിരുന്നു. അപ്പൊ ഈ നെഗറ്റീവ് റോൾ ചെയ്ത് വന്ന് പിന്നെ ഇപ്പം ഭയങ്കര പോസിറ്റീവായിട്ട് മാറി. ആ ഒരു ചേഞ്ച് എങ്ങനെ ഏറ്റെടുത്തു? ആ ചേഞ്ച് തുടക്കത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ആദ്യം ഒരു വില്ലത്തി ആയിരിക്കും. കാരണം ജനങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതായത് ഒരു തെറ്റിദ്ധാരണ കൊടുത്തിട്ട് ആണ് നമ്മൾ ശരിക്കുള്ള ഗ്രേസമ്മ എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വരുമ്പോൾ ഭയങ്കര അയ്യേ ഇവളാണോ എൻ്റെ വീട്ടിൽ, അങ്ങനെ ഭയങ്കര പെട്ടെന്ന് എല്ലാവരും വിചാരിച്ചു എൻ്റെ ദൈവമേ ഈ പാവം കൊച്ച് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ വീട്ടിൽ പോയിട്ട് ഈ ഗ്രേസമ്മ അതിനെ കൊന്നു കൊല വിളിക്കുമെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു ആൾക്കാർ. ആ തെറ്റിദ്ധാരണ വരുത്തണം എന്നാണ് തുടക്കത്തിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ സംരക്ഷിച്ച് വന്ന ഈ കുട്ടി ദൈവതുല്യം കണ്ടിരുന്ന ബ്രിജിത്താമ്മ എന്ന് പറയുന്ന കഥാപാത്രം മരണപ്പെടുകയും അവിടെ ആ കുട്ടി അനാഥത്വം എന്ന് പറയുന്നത് അത്രയും കാലം അവൾക്ക് മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്നാണ് അവള് എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു ഒറ്റപ്പെടലിലേക്ക് വരുന്നത്. അവിടെ കൂട്ടിപ്പിടിക്കുകയാണ് ഗ്രേസമ്മയും മാമച്ചനും. വില്ലത്തിയായിട്ടുള്ള വ്യക്തി പിന്നെ ഒരു ചേർത്തുപിടുത്തം. അതെ, പിന്നെ എന്താ അങ്ങ് നെഞ്ചിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ച് അവിടുന്ന് ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം വേറൊരു തലത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. ഈ പുറത്തൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ സീരിയൽ ഏറ്റെടുത്തെന്ന് തോന്നിയിട്ടുണ്ടോ? 100%. അയ്യോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജൻ, ഈ ഗ്രേസമ്മയും മാമച്ചനും വളരെ കുറച്ച് എപ്പിസോഡുകളിലേ എത്തുന്നുള്ളൂ. പക്ഷെ വരുന്ന എപ്പിസോഡ് കിടുക്കി തിമിർത്തു തകർത്തു. അത് മാത്രമല്ല, ബാലചന്ദ്രനും വൈജയന്തിക്കും ഒപ്പം തന്നെ ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും, സെക്കൻഡ് ഹീറോയിനാണ് രേവതിക്കുട്ടി, മാമച്ചനും ഗ്രേസമ്മയും ഉണ്ട് എന്നുള്ളത് ആണ് ഈ കഥാപാത്രങ്ങളുടെ എന്താ പറയുക കാണിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ. ഈ മാമച്ചനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? ഈ കഥാപാത്രം എൻ്റെ പെയറായിട്ട്, എൻ്റെ ഹസ്ബൻഡായിട്ട് വരുന്നത് ആരാണെന്ന് അറിഞ്ഞൂടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ജെറി പറഞ്ഞായിരുന്നു,
ആരാണ് കിട്ടുകയെന്ന് അറിയാൻ പറ്റില്ല മനീഷ. എന്തായാലും നമുക്ക് നോക്കാം ചേച്ചി, ഇത് ആരെയാണ് നമുക്ക് ഇതിനകത്ത് സെറ്റിൽ ആവുന്നതെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് എന്നെ വിളിച്ച് പറയായിരുന്നു സാജു കുടിയനാണ് ചേച്ചിയുടെ. അപ്പോഴും ഞാൻ വിചാരിച്ചു, എന്നെ ആൾക്കാർ തെറ്റിദ്ധരിച്ചതുപോലെ തന്നെ ഞാനും വിചാരിച്ചിരുന്നു, അയ്യോ സാജു കുടിയൻ ഒരു കൊമേഡിയൻ അല്ലേ, അപ്പം എങ്ങനെയാണ് ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ സാജു അസാധ്യ പെർഫോമൻസ്. സത്യം. അതായത് എല്ലാവരും ഇപ്പം സാജുവിന് വരുന്ന മെസ്സേജസ് ഒക്കെ ഞങ്ങളെയും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ സാജുവിൻ്റെ കൂടെ മിമിക്രിയിൽ ഒക്കെ ഉണ്ടായിരുന്ന പല ആൾക്കാരും വിളിച്ചിട്ട് സാജുവിന് മെസ്സേജ് അയക്കാം, സാജു നീ ഇങ്ങനെ എന്തൊരു അടിപൊളി പെർഫോമൻസ് ആണ്, ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും സട്ടിലായിട്ട് നിനക്ക് ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ കിട്ടിയ ഒരു വലിയ അവസരമല്ലേ ഈ മാമച്ചാൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അത് ശരിയാണ്, ഇതുപോലെ തന്നെ ആയിരിക്കാം എല്ലാ ആർട്ടിസ്റ്റുകളും. അപ്പം മിക്കവർക്കും ഒരവസരം കിട്ടുന്നില്ലെന്നാണോ, അത് എന്തായിരിക്കും ഇതിന്റെ റിയാലിറ്റി? തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഇപ്പോൾ പലരെയും ഇപ്പോൾ വാഴ 2 തന്നെ ബിജുകുട്ടൻ, അയ്യോ സത്യം കേട്ടോ, അവർക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലായതോ ഇവർക്ക് ഇതും ചെയ്യാൻ പറ്റുമെന്നുള്ള. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ തന്നെ സിനിമയിൽ പലപ്പോഴും നമ്മൾ അങ്ങോട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു അവസരം തരൂ, എന്നാലല്ലേ എനിക്കിത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അതാണ്. ഈ മഴതോരും മുമ്പേ എന്ന് പറയുന്ന സീരിയലില് മനീഷ് ചേച്ചി എന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഒരുപാടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിന് ഞാൻ ഇതിൻ്റെ ആദ്യ ഡയറക്ടർ ബിനു വെള്ളത്തൂവൽ, അതുപോലെ തന്നെ ജെറി ആണെങ്കിലും പിന്നെ മനു ജോയ്സി സാറിൻ്റെ മകനാണ്, അവരാണ് പ്രൊഡ്യൂസേഴ്സ്. അവരാണെങ്കിലും എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഓവർ ആക്ട് ചെയ്യുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ ഗ്രേസമ്മ അത്രയും വേണ്ട, പിന്നെ ഉറപ്പായിട്ടും ഗ്രേസമ്മ അത്രയും കരയില്ല. ഗ്രേസമ്മ കരച്ചിലെല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആളാണ്. ആ ഉള്ളിൽ ഒതുക്കുന്നത് മുഖത്ത് വളരെ കുറച്ച് മാത്രമേ തെളിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഇത്ര മനോഹരമാക്കാൻ ഇവരുടെയൊക്കെ സപ്പോർട്ടും ഇവരുടെയൊക്കെ ഉപദേശവും ഇവരുടെയൊക്കെ സജഷനും ഉണ്ട്. തീർച്ചയായിട്ടും ഈ കഥാപാത്രമായ ഗ്രേസമ്മയും മനീഷ ചേച്ചി എന്ന് പറയുന്ന റിയൽ ലൈഫിലെ വ്യക്തിക്കും എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇല്ല, രണ്ട് ധ്രുവങ്ങളാണ്. ഗ്രേസമ്മ കുറച്ച് പക്വതയുള്ള ഒരാളാണ്, എനിക്ക് ഒരു പക്വതയില്ല, ഒട്ടും പക്വതയില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ മകൻ എപ്പോഴും പറയും അമ്മ എങ്ങനെ അമ്മയായി എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര അത്ഭുതമാണെന്ന്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം ഗ്രേസമ്മ അങ്ങനെയല്ല. ഗ്രേസമ്മ ഞാൻ ചില സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ കുട്ടിയാവാൻ ശ്രമിക്കാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പോൾ അവർ പറയും ഗ്രേസമ്മ പക്വതയുള്ള ആളാണ്, അടങ്ങൂ. ഗ്രേസമ്മയും മനീഷയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഗ്രേസമ്മയും മനീഷയും ഒരുപോലെയാണെന്ന് എനിക്ക് തന്നെ പറഞ്ഞില്ലേ, ആ ചേർത്ത് പിടിക്കല്. ഇതൊക്കെ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരുപാട് അയ്യോ അങ്ങനെ ഞാൻ ചേർത്ത് പിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ സ്നേഹം ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അല്ലേ, ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ വാസവദത്ത എന്ന് വിളിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഗ്രേസമ്മ, ഇപ്പൊ വാസവദത്തേക്കാൾ കൂടുതൽ ഗ്രേസമ്മ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇപ്പൊ ഞാൻ പലപ്പോഴും പുറത്ത് പോകുമ്പോൾ എല്ലാവരും വന്നിട്ട് പറയും രേവതി, അതായത് എൻ്റെ മക്കളെ ചോദിക്കുന്നേക്കാൾ കൂടുതൽ രേവതിക്കുട്ടി എന്ത് പറയുന്നു, മാമച്ചായൻ എന്ത് പറയുന്നു, അയ്യോ ആ കുട്ടീനെ പൊന്നുപോലെ നോക്കണേ, ആ കുട്ടിയെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നില്ല കേട്ടോ. അതായത് എല്ലാവരും അവരുടെ കുടുംബത്തിലെ ഒരാൾക്കാരായിട്ട്, അതായത് അവർക്ക് ചിരപരിചിതമായ ഒരാളെ പോലെയാണ് ഇപ്പോൾ എന്നെ കാണുന്നത്. അവര് ഗ്രേസമ്മയാണ്, ഞാൻ മനീഷയല്ല. എന്നെ വന്നിട്ട് പിന്നെ ആ മാത്രല്ല വന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും, ഒന്ന് തൊട്ടോട്ടെ, അയ്യോ ഗ്രേസമ്മ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇതിപ്പരം ഒരു പുണ്യം ഒരു ജന്മത്തിൽ വേറെ എന്താ. ശരിക്കും അതൊരു കഥാപാത്രത്തിന്റെ വിജയവാ. തീർച്ചയായിട്ടും ഞാൻ അതില് എന്താ പറയുക അതിസന്തുഷ്ടയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ തോന്നാറുണ്ട് ഞാൻ ഓവറായിട്ട് ഇങ്ങനെ ഓവർവെൽംഡ് ആവുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ജനങ്ങളുടെ പ്രതികരണം അങ്ങനെയാണ്, എങ്ങനെ ഓവർവെൽംഡ് ആവാണ്ടിരിക്കും, അത്രയും സ്നേഹമാണ്. ഞാൻ ഈ പറയുന്നത് അത് എത്രത്തോളം അജിന് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കുറച്ച് കൂട്ടത്തിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞാൻ പോകുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാർ പറയുന്നു യു ഗ്രേസമ്മയല്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്നെ അവിടെ നിന്ന് ക്ഷേത്ര ഭാരവാഹികളൊക്കെ അവസാനം പുറത്തിറങ്ങിക്കോളാൻ പറഞ്ഞു. അത്രയും ജനങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ സ്നേഹം കാണിക്കുമ്പോഴേ അത് എങ്ങനെ പറയണമെന്ന് പോലും. അയ്യോ സത്യം, എനിക്ക് എല്ലാ പ്രേക്ഷകരോടും എനിക്ക്
അത്രയും നന്ദിയും സ്നേഹവും ഞാൻ പറയാണ്. കാരണം അതുപോലെ ഏറ്റെടുത്തു. അതിന് ജോയ്സി സാറിൻ്റെ അടുത്ത് ആണ് ആദ്യം നന്ദി പറയേണ്ടത്. ആദ്യം ജെറിയോടാണ് നന്ദി പറയേണ്ടത്. കാരണം ജെറിയാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഒബ്വിയസ്ലി ജോയ്സി സാറ്, ഏഷ്യാനെറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നത്? ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു സീരിയലിലെ ഇതിലിപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ സന്തോഷമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം തന്നെ മഴതോരും മുമ്പേ എന്ന സീരിയൽ, ഇപ്പം നമ്മുടെ സീരിയൽ ടുഡേ ചാനലിൽ മഴതോരും മുമ്പേ എന്ന സീരിയലിൽ ഒരാളുടെ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന കമൻസ് ഗ്രേസ് അമ്മയുടെ എടുക്കണം നിങ്ങൾ. അതെ അതെ, പല പല അത് റിക്വസ്റ്റ് ചെയ്യുക. അത്രമേൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതെത്തി. ഇനിയിപ്പം നിങ്ങളെ സ്നേഹിക്കുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നത്, നമ്മളെ നമ്മളാക്കുന്ന പ്രേക്ഷകർ മാത്രമാണ്. 100% പ്രേക്ഷകരാണ് ഒരു ജനുവിനായിട്ടുള്ള, നമ്മൾ കറക്റ്റായിട്ട് ഒരു സാധനം ജനങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ 100% നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഴതോരും മുമ്പ്. ഗ്രേസ് അമ്മയും മഴതോരും മുമ്പ് എന്ന സീരിയലിനെ ഏറ്റെടുത്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ ഒരു ആർട്ടിസ്റ്റിന് സന്തോഷം വേറെ കിട്ടാനില്ല. കാരണം നമ്മൾ ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്ന് അവർ തിരിച്ചു കാണിക്കുന്ന പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാവുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അയ്യോ, അതിനിപ്പോ എന്താ അത്രേ ഉള്ളൂ. കാരണം വെച്ചാല് ഇതില് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഒരു കൂട്ടായ്മയാണ് ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മാത്രം നന്നായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മാത്രം മികച്ചതായതുകൊണ്ടോ ഒന്നും എവിടെയും ഒരു ടീം വർക്കാണ്. ഇതിനകത്ത് പരസ്പരം ഈഗോസ് ഇല്ല. പരസ്പരം നമ്മുടെ വാശി എന്താന്ന് വെച്ചാൽ അവരെക്കാൾ കൂടുതൽ ഞാൻ മികച്ചതാക്കണം എന്നുള്ള വാശിയാണ്. അത് നല്ല വാശിയാണ്. മനസ്സിലായിട്ടോ? വൈജയന്തി അങ്ങനെ പെർഫോം ചെയ്തു, എന്നാൽ അതിൽ കൂടുതൽ മികച്ചതാക്കാൻ ഞാൻ ശ്രമിക്കണം. അതാണ് ഇവിടെയുള്ള വാശി. അതിനപ്പുറത്തേക്കുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടു കൂടി പരസ്പരം സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വർക്കാണ്. ഒരു കുടുംബം തന്നെയാണ്. ഒരു കുടുംബം തന്നെയാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകർ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട്. പാട്ട് ഇങ്ങനെ ഗ്രേസ് അമ്മ ഇടയ്ക്കിടയ്ക്ക് പാടി ഇടുന്നുണ്ട്, അത് കാണണം. ഏത് പാട്ടാണ്? പ്രേക്ഷകർക്ക് വേണ്ടി പാടണം. അതായത് ഈ ഗ്രേസ് അമ്മ ഏറ്റെടുത്ത മഴതോരും മുമ്പേ ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ. തീർച്ചയായിട്ടും ഗ്രേസ് അമ്മ ഏറ്റെടുത്ത എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ എന്താ ഒരു നല്ലൊരു പാട്ട് ഞാൻ പാടുകയാണ്. മോഹം കൊണ്ട് ഞാൻ ദൂരേതോ ഇണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ട് ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ഇതിനപ്പുറം ഒന്നുമില്ല പ്രേക്ഷകർ കൊടുക്കാൻ. അതെ അതെ അതെ. സിനിമാ വിശേഷങ്ങളൊക്കെ എന്താണ്? സിനിമാ വിശേഷങ്ങൾ ഞാൻ അപ്പോൾ പുതിയ ഷൈൻ നിഗത്തിന്റെ ദൃഢം എന്ന് പറഞ്ഞ ചിത്രത്തിലൊരു വേഷം ചെയ്തു. അതിന് മുൻപ് നാദൃഷയുടെ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു മുഴുനീള കഥാപാത്രം ചെയ്തു. പിന്നെ ഏറ്റവും പുതിയൊരു വിശേഷം എന്താന്ന് വെച്ചാൽ ഞാനൊരു തമിഴ് മൂവിയിൽ പാട്ട് പാടി. ഞാൻ ഡബ് ചെയ്യുന്നുണ്ട്. എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. അതല്ല ഏറ്റവും ഒരു ത്രില്ല് എന്ന് പറയുന്നത്. എല്ലാം ഇപ്പൊ ദൈവം തന്ന എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ജീവിത ഒരു ധന്യത എന്ന് പറയുന്നത്. അപ്പം ഗ്രേസ് അമ്മയായിട്ട് തന്നെ കുടുംബം പ്രേക്ഷകരുടെ മനസ്സിൽ തുടരട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു വെരി മച്ച്.